الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാലഘട്ടങ്ങളിലും സമൂഹത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഒരേ ഒരു വിഷയമാണ്: നിങ്ങൾ എനിക്ക് ശിർക്കുണ്ടാക്കരുത്. ഞാനുമായി ഒരു തരത്തിലും ഒന്നിനെയും നിങ്ങൾ ഉൾപ്പെടുത്തരുത്. എന്നെ പരിഗണിക്കുന്നത് എന്നെ മാത്രമേ പരിഗണിക്കാവൂ. എൻ്റെ ഒന്നിച്ച് വേറെ ഒന്നിനെയും നിങ്ങൾ പരിഗണിക്കുന്ന രീതി ഉണ്ടാകാൻ പാടില്ല. നിദ്ദൻ, അല്ലാഹുവിന് പകരക്കാരായിട്ട് ഒരാളെ കാണുന്ന പരിപാടി അതുണ്ടാകാൻ പാടില്ല. ലാ തജ്അലു ലില്ലാഹി അന്ദാദ, അള്ളാഹ്ക്ക് നിങ്ങൾ പകരക്കാരെ ഉണ്ടാക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റുബൂബിയത്ത് വിശദീകരിച്ചതിന് ശേഷം അള്ളാഹു ഉലൂഹിയത്ത് പരിചയപ്പെടുത്തി കൊടുക്കുന്ന രീതിയാണത്. ആദ്യം അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും, ഹോ മനുഷ്യരെ, നിങ്ങൾ നിങ്ങളെ റബ്ബിനെ വേണം ഇബാദത്ത് ചെയ്യാൻ. എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ റബ്ബിന് മാത്രമേ ആവാവൂ. അവിടെ റബ്ബ് എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. അതെ, ഭൂമിയിലേക്ക് വന്ന മനുഷ്യൻ ആദ്യം പരിചയപ്പെട്ടത് റബ്ബിനെയാണ്. ഖാലു റബ്ബുനല്ലാഹ്, ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു. അവർ പറഞ്ഞു നമ്മുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന്. ആദ്യം റബ്ബിനെയാണ് പരിചയപ്പെടുന്നത്. ആകാശലോകത്ത് വെച്ച് റബ്ബിനെയാണ് പരിചയപ്പെടുന്നത്. ഇവിടെ എത്തിയ ഉടനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള ഏർപ്പാടുകളൊക്കെ നടത്തിക്കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ തിന്നുക, കുടിക്കുക, ഉറങ്ങുക, മലമൂത്ര വിസർജനം നടത്തുക, കൃഷി ചെയ്യുക, കന്നുകാലികളെ മേയ്ക്കുക എന്നിത്യാദി വിഷയങ്ങളിൽ പരിശീലനം നൽകി അല്ലാഹു തആല ആദ്യമായിട്ട് ആദമിനും സന്തതികൾക്കും. അത് കഴിഞ്ഞിട്ട് ജീവിതം ഒരു സെറ്റപ്പായതിനു ശേഷം, ആവശ്യങ്ങളെ പൂർത്തിയാക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായതിനു ശേഷമാണ് ആദർശത്തിലേക്ക് കടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് ആദർശത്തിലേക്ക് കടക്കുകയാണ്, ആദർശം പറയുകയാണ്. അവിടെയാണ് അല്ലാഹു തആല തുടങ്ങുന്നത്, യാ അയ്യുഹന്നാസ്, ഹോ മനുഷ്യരെ, ഉഅ്ബുദൂ റബ്ബക്കും, ഉഅ്ബുദു, നിങ്ങൾ എന്ത് വിഷയത്തിലും അല്ലാഹുവിനെ മാത്രം പരിഗണിക്കണം. ഉഅ്ബുദു ഐ വഹീദു, ഉഅ്ബുദു എന്നതിന് ഇബാദത്താക്കി, ഇബാദത്തിൻ്റെ അർത്ഥം ആരാധനയാക്കി, ആരാധനയുടെ അർത്ഥം അനുഷ്ഠാനങ്ങളാക്കി. അതുകൊണ്ട് തൗഹീദ് എന്താണെന്ന് അറിയാത്തൊരു സമൂഹമുണ്ടായി ലോകത്ത്. അതേ അവസരത്തിൽ 313 മുർസലീങ്ങളും ഇബാദത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അള്ളാഹ്ക്ക് മാത്രം ചെയ്യുക. നിസ്കരിക്കുക എന്നതിനെ നാം ആരാധനയാക്കി.
നിസ്കാരമല്ല അള്ളാഹു ഉദ്ദേശിക്കുന്നത്. നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് മാത്രം നിസ്കരിക്കുക, ഇതാണ് ഇബാദത്ത്. നോമ്പ് എന്നത് ആരാധനയല്ല. എല്ലാ മതക്കാർക്കും നോമ്പുണ്ട്. ഹിന്ദുക്കൾക്ക് നോമ്പുണ്ട്. അവർ ശബരിമലയിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് അവർ വ്രതം ആരംഭിക്കും. വ്രതാരംഭം ഏതാണ്ട് 60 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന നോമ്പ്. ക്രിസ്ത്യാനികൾക്ക് നോമ്പുണ്ട്, 40 ദിവസമാണ് അവരുടെ നോമ്പ്. ജൂതന്മാർക്ക് നോമ്പുണ്ട്. നോമ്പ് നോക്കാത്ത സമൂഹം ഉണ്ടായിട്ടില്ല, ലോകത്തൊരു കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നോമ്പല്ല ആരാധന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് പിന്നെ ഇബാദത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നോമ്പിലുള്ള ഇബാദത്ത് എന്താ? നോമ്പ് നോക്കുന്നുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് മാത്രമേ ആവാവൂ. ക്രിസ്ത്യാനികൾ യേശുവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നോമ്പ് നോറ്റ് അള്ളാഹുവിൽ നിന്ന് വല്ലതും കിട്ടാൻ. ഹിന്ദുക്കൾ അയ്യപ്പനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നോമ്പ് നോറ്റ് അള്ളാഹുവിൽ നിന്ന് വല്ലതും കിട്ടാൻ. ജൂതന്മാർ ഉസൈറിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നോമ്പ് നോറ്റ് അള്ളാഹുവിൽ നിന്ന് വല്ലതും കിട്ടാൻ. അതേപോലെ തന്നെ ഷിയാക്കൾ അള്ളാഹു അല്ലാത്തവരുടെ പേരിലാക്കി നോമ്പ് അള്ളാഹുവിൽ നിന്ന് വല്ലതും കിട്ടാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പ് ഇബാദത്തായി പരിഗണിക്കുന്ന എപ്പോഴാണ്? ആ നോമ്പ് അള്ളാഹ്ക്ക് മാത്രമാകുമ്പോഴാണ്. ആ നോമ്പ് അള്ളാഹ്ക്ക് മാത്രമാകുമ്പോഴാണ്. അള്ളാഹ്ക്ക് മാത്രമാകൽ എപ്പോഴാണ്? അത് അള്ളാഹ് കൽപ്പിച്ചത് മാത്രമായിരിക്കണം. ആ നോമ്പ് അള്ളാഹു കൽപ്പിച്ചതായിരിക്കണം. റജബ് 27 മിഅ്റാജിന്റെ അന്ന് നോമ്പ് നോക്കും ഷിയാക്കൾ. എന്താ കാരണം? എന്താണ് ആ നോമ്പ്? നോമ്പൽ ഇബാദത്തല്ല എന്ന് നാം പറയുന്നത്. അങ്ങനെ ഒരു കൽപ്പന അള്ളാഹുവിൽ നിന്നില്ല. അങ്ങനെ ഒരു കൽപ്പന റസൂലുള്ളാഹി തങ്ങളിൽ നിന്നില്ല. മിഅ്റാജിന്റെ 27 അന്ന് നോമ്പ് നോക്കണമെന്ന കൽപ്പന അത് പിറകെ വന്ന ആരോ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ടത് ഇബാദത്ത് എന്ന് പറയില്ല. അതിന് ഏതൊരു കാര്യം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അത് അള്ളാഹുവിൻ്റെ കൽപ്പനയായിരിക്കണം. ആ കൽപ്പന പൂർത്തിയാക്കുന്നത് അള്ളാഹ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം. അപ്പോഴാണ് അത് ഇബാദത്താകുന്നത്. നമ്മൾ എപ്പോഴും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട വിഷയം, നല്ലതല്ലേ, അത് നല്ല കാര്യമല്ലേ എന്ന് നാം പറയാറുണ്ട്. നല്ല കാര്യം ചെയ്തു എന്നതുകൊണ്ട് അത് ഇബാദത്താകുകയില്ല. ഇബാദത്തല്ലാത്ത കാലത്തോളം അത് ആഖിറത്തിൽ ഉപകരിക്കുകയും ചെയ്യില്ല. ഇബാദത്തല്ലാത്ത കാലത്തോളം അത് ആഖിറത്തിൽ ഉപകരിക്കുകയും ചെയ്യില്ല. ഒരു കാര്യം നാളെ ആഖിറത്തിൽ തുലാസിൽ തൂങ്ങണമെങ്കിൽ അത് ഇബാദത്തായിരിക്കണം. ഇബാദത്താകണമെങ്കിൽ ആ ചെയ്തത് അള്ളാഹ്ക്ക് മാത്രമായിരിക്കണം. അള്ളാഹ്ക്ക് മാത്രമായാലും പോരാ, അത് മുഹമ്മദുർ റസൂലുള്ള പറഞ്ഞതനുസരിച്ചായും ചെയ്യണം. നാളെ ആഖിറത്തിൽ എത്തുമ്പോഴേക്ക് കടമ്പകൾ ഒരുപാട് കടക്കേണ്ടതുണ്ട്. അപ്പൊ യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഉഅ്ബുദൂ, നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. അഥവാ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അള്ളാഹ്ക്കേ മാത്രമേ ചെയ്യാവൂ. റബ്ബക്കും, നിങ്ങളെ റബ്ബിന്. ഉഅ്ബുദൂ, നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ ആർക്ക് മാത്രമേ ചെയ്യാവൂ? റബ്ബക്കും, നിങ്ങളെ റബ്ബിന് മാത്രമേ ചെയ്യാവൂ. എന്നിട്ട് അല്ലാഹു തആല റബ്ബിനെ വിശദീകരിക്കുകയാണ്, മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കുക. എന്തിനും ഏതിനും അള്ളാഹു മാത്രം മതി എന്നതിലേക്ക് റുബൂബിയത്തിന്റെ വിശദീകരണം നടക്കുകയാണ്. എന്താണ് വിശദീകരണം? അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻ യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുൽ ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങളെയും നിങ്ങളെ പൂർവികന്മാരെയും സൃഷ്ടിച്ചത് അവനാണ്. എന്നിട്ട് അല്ലാഹു തആല അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, ഭൂമിയെ നിങ്ങൾക്ക് താമസ സൗകര്യമുള്ളതാക്കി തീർത്തിരിക്കുന്നത് അവനാണ്. വസ്സമാഅ ബിനാഅ, ആകാശത്തെ നിങ്ങൾക്ക് മേൽക്കൂരയാക്കി തന്നിരിക്കുന്നത് അവനാണ്. അള്ളാഹുവിന്റെ റുബൂബിയത്തിന്റെ വിശേഷണങ്ങളാണ് അതൊക്കെ. അള്ളാഹു റബ്ബാൻ. ഞാൻ അന്നേ പറയാറുണ്ട്, അത് ശരിക്കും മനസ്സിൽ ഉറപ്പിച്ചോളണം. റുബൂബിയത്തിന്റെ ഉലൂഹിയത്തിന്റെ മഴ ഒറ്റ വാക്കിൽ മലയാളത്തിൽ മനസ്സിലാക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. റുബൂബിയത്ത് അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങിന്ന് ഇങ്ങോട്ട് കിട്ടുന്നത് എന്തും അള്ളാഹുവിൽ നിന്ന് മാത്രമേ ഉള്ളൂ എന്ന് അംഗീകരിക്കുക. ഇതാണ് റുബൂബിയത്ത്. അങ്ങിന്ന് ഇങ്ങോട്ട് കിട്ടുന്നത് എന്തും അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്ന് അംഗീകരിക്കുക. ഉലൂഹിയത്തോ, അതിനാൽ ഇങ്ങിന്ന് അങ്ങോട്ട് കൊടുക്കുന്നത് എന്തും അള്ളാഹ്ക്ക് മാത്രമേ ആവാവൂ എന്ന് അംഗീകരിക്കുക. റുബൂബിയത്തിന്റെ ഉലൂഹിയത്തിന്റെ മഴ വേറെ തന്നെ മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് റബ്ബിനെയും ഇലാഹിനെയും തിരിച്ചറിയാതെ പോകും. ഈ റബ്ബിനെയും ഇലാഹിനെയും തിരിച്ചറിയാതെ പോയതാണ് സൂഫികൾക്ക് വന്ന കുഴപ്പം. സൂഫികൾ റബ്ബു ഇലാഹു ഒന്നാക്കി. അതുകൊണ്ട് അവരെന്താക്കി? ലാ ഇലാഹക്ക് പ്രസക്തി കൊടുത്തില്ല, ഇല്ലല്ലക്ക് മാത്രം പ്രസക്തി കൊടുത്തു. സൂഫി ഷെയ്ഖുകൾ അവരെ മുരീദുകൾക്ക് കൊടുക്കുന്ന ക്ലാസ്സുകളിൽ ലാ ഇലാഹ ഇല്ലല്ലക്ക് എന്താ അർത്ഥം വെക്കുക എന്നറിയുമോ? ലാ ഇലാഹ ഇല്ലല്ലാ ഐ ലാ മാലിക ഇല്ലല്ലാ, ലാ ഖാലിഖ ഇല്ലല്ലാ, ലാ മുദബ്ബിറ ഇല്ലല്ലാ. അത് റുബൂബിയത്തിന്റെ വിശേഷണമാണ്. ലാ മാലിക ഇല്ലല്ലാ, ഉടമസ്ഥത അധികാരം അല്ലാഹ്ക്കേ ഉള്ളൂ. വല ഖാലിഖ ഇല്ലല്ലാ, നിർമ്മിക്കാനുള്ള അധികാരം അല്ലാഹ്ക്കേ ഉള്ളൂ. വല മുദബ്ബിറ ഇല്ലല്ലാ, നിയന്ത്രിക്കാനുള്ള അധികാരം അല്ലാഹ്ക്കേ ഉള്ളൂ. അത് റുബൂബിയത്തിന്റെ അർത്ഥമാണ്. അത് ലാ ഇലാഹക്ക് അർത്ഥം കൊടുത്തുകൂടാ. ലാ റബ്ബ ഇല്ലല്ലന്റെ അർത്ഥമാണത്. ഈ ലാ ഇലാഹ ഇല്ലല്ലന്റെ അർത്ഥം ലാ റബ്ബ ഇല്ലല്ലയാക്കി മാറ്റി. എന്താണെന്നറിയ പ്രശ്നം? ലാ റബ്ബ ഇല്ലല്ലാഹു പറയുമ്പോൾ അള്ളാഹിനെ പരിചയപ്പെടുത്തി കൊടുത്താൽ മാത്രം മതി. അള്ളാഹിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ ആരും അംഗീകരിക്കും, ഏത് സമൂഹം അംഗീകരിക്കും, ഏത് മതക്കാരനും അംഗീകരിക്കും. പക്ഷെ ലാ ഇലാഹ പറയുമ്പോഴോ അള്ളാഹു അല്ലാത്തതിന് പൂർണ്ണമായി തള്ളലായി. അതാരും അംഗീകരിക്കൂല. ഒരു മതക്കാരും അംഗീകരിക്കൂല. ഹിന്ദു മതക്കാരും അംഗീകരിക്കൂല. ക്രിസ്ത്യാനികളോ ജൂതന്മാരോ മജൂസികളോ ഷിയാ മതക്കാരോ ആരും അംഗീകരിക്കൂല ലാ ഇലാഹയെ.
ലാ ഇലാഹ പറയുമ്പോൾ എന്തായി? ജൂതന്മാരുടെ ഉസൈർ പുറത്ത്, ക്രിസ്ത്യാനികളുടെ യേശു പുറത്ത്, ഷിയാക്കളുടെ മൊയ്‌ദി ശേഖകളും റിഫായ് ശേഖകളും പുറത്ത്. ലാ ഇലാഹ പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം അതാണ്. അതുകൊണ്ട് ലാ ഇലാഹക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയില്ല സൂഫികൾ. കാരണം ജനങ്ങളെ, വിവരം കെട്ട ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി ആൾക്കൂട്ടമുണ്ടാക്കി അവരെ ഉപയോഗിച്ച് തിന്നുക, കുടിക്കുക, സമ്പത്തുണ്ടാക്കുക, അവരെ ഉപയോഗിച്ച് സേവപ്പണി എടുപ്പിക്കുക, ഇതാണ് പുരോഹിതൻ. ഞാൻ ഇപ്പോൾ പറയാറുണ്ട്, മതങ്ങൾ എന്ന് പറഞ്ഞാൽ പുരോഹിത നിർമ്മിതിയാണ്. ഇസ്ലാം ഒരിക്കലും മതമല്ല. മതം എന്നത് പുരോഹിതന്മാരും ഭരണാധികാരികളും കൂടി ഉണ്ടാക്കിയതാണ്. എന്താണ് അതിൻ്റെ അടിസ്ഥാന മാനദണ്ഡം? മതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്? ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള വസ്തുക്കളെ സമ്പാദിക്കുന്നതിന് ആത്മീയ ബന്ധം ഉണ്ടാക്കിയെടുക്കുക. ഇത് പുരോഹിതന്മാർ സാധാരണക്കാരനെ പറ്റിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. ആത്മീയ ബന്ധത്തിലൂടെ കാശുണ്ടാക്കുക, ആത്മീയ ബന്ധമുണ്ടാക്കി കാശുണ്ടാക്കുക. ആത്മീയ ബന്ധം അള്ളാഹുവിനെ കടുപ്പിക്കുമ്പോൾ ആത്മീയ ബന്ധത്തിന് അപ്പുറത്തൊരു ആദർശ ബന്ധം വരും. ആദർശ ബന്ധം വരുമ്പോൾ ലാ ഇലാഹ ചർച്ചയിൽ വരും. ലാ ഇലാഹ ചർച്ചയിൽ വരുമ്പോൾ ഔലിയാക്കളുള്ള മാനസികാവസ്ഥ മാറിക്കിട്ടും. അതേപോലെ തന്നെ മലക്കുകളോട്, ജിന്നുകളോട്, വസ്തുക്കളോട്, അത്തരം കാര്യങ്ങളുമായിട്ടുള്ള ബന്ധം മനസ്സിൽ നിന്ന് മാറി അള്ളാഹു മാത്രം എന്ന് വരുമ്പോൾ സാധാരണക്കാരനെ പിന്നെ പുരോഹിതനെ ആശ്രയിക്കാൻ നിൽക്കൂല. സൂക്കേട് വരുമ്പോൾ പുരോഹിതനെ ആശ്രയിക്കാൻ നിൽക്കൂല. എന്തെങ്കിലും അഭ്യന്തരങ്ങൾ വരുമ്പോൾ, പരീക്കൂടൽ വരുമ്പോൾ പുരോഹിതനെ ആശ്രയിക്കാൻ നിൽക്കൂല. പുരോഹിതന്റെ ആവശ്യമില്ല. നിക്കാഹ് വരുമ്പോൾ പുരോഹിതനെ ആശ്രയിക്കൂല. പുരോഹിതന് ആവശ്യം നിക്കാഹിനില്ല. നിക്കാഹിന് പുരോഹിതന്മാരുടെ ഈ പറയപ്പെട്ട ഒന്നിനും പുരോഹിതന്മാരുടെ ആവശ്യമില്ല. അപ്പൊ പുരോഹിതന്മാർക്ക് അറിയാം, ഇവർ ലാ ഇലാഹ മനസ്സിലാക്കിയാൽ പിന്നെ അവർ നമ്മളെ തള്ളും, അവർ സ്വന്തം അമൽ ചെയ്യാൻ തുടങ്ങും. ഒരാൾ മുസ്ലിമായി കഴിഞ്ഞാൽ, ഷീയ്യത്ത് വിട്ടിട്ട് ഒരാൾ മുസ്ലിമായി കഴിഞ്ഞാൽ അയാളെ മകളെ നിക്കാഹാണ്. അയാൾ എന്താ ചെയ്യുക? മകളെ നിക്കാഹിന് ഇസ്ലാമിന്റെ ദൃഷ്ടി അനുസരിച്ച് 5 ആളെ ആവശ്യമുള്ളൂ. ഇസ്ലാമിക ദൃഷ്ടി നിക്കാഹ് സഹിയാകാൻ 5 ആളെ ആവശ്യമേ ഉള്ളൂ. ഒന്ന് പെണ്ണ്, പിന്നെ കിട്ടുന്ന ചെക്കൻ, പിന്നെ പെണ്ണിന്റെ ബാപ്പ, പിന്നെ 3 സാക്ഷികൾ. ബാക്കിയുള്ളത് മുഴുവനും വേസ്റ്റാണ്. കല്യാണ വേസ്റ്റ് എന്ന് പറയാൻ വേണമെങ്കിൽ അതിന് ബാക്കിയുള്ളത് മുഴുവനും വേസ്റ്റാണ്. ഈ 5 ആളെ കൊണ്ട് നടക്കാവുന്നേ ഉള്ളൂ നിക്കാഹ്. അങ്ങനെ സ്വന്തം ഉപ്പ, സ്വന്തം ഉമ്മ, ഉപ്പയും ഉമ്മയും അറിയാൻ പറ്റും. റസൂൽ അറിഞ്ഞിട്ടില്ല സഹാബാക്കൾ മുന്നിട്ടുന്നത്, എന്നിട്ടല്ലേ പിന്നെ ഉപ്പയും ഉമ്മയും അറിയല്. സഹാബാക്കൾ അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല മദീനയിൽ എത്തിയിട്ടായി വിവാഹം കഴിക്കുന്നത്. പാപ്പറായി. മക്കയിൽ ഭയങ്കര കച്ചവടക്കാരനാ, കോടീശ്വരനാ. എല്ലാം ഇട്ടെറിഞ്ഞിട്ടാണ് മദീനത്തേക്ക് ഹിജ്റ പോയത്. മദീനത്തേക്ക് പോയപ്പോൾ അവിടെ ഒരു സഹാബിനെ ഏൽപ്പിച്ചു റസൂലുള്ളാഹി തങ്ങൾ, അബ്ദുറഹ്മാൻ ഔഫിനെ. ആ സഹാബി സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ മെനക്കെട്ടപ്പോൾ അബ്ദുറഹ്മാൻ ഔഫ് പറഞ്ഞാൽ ഒന്നും ശരിയാവില്ല, എനിക്ക് മറ്റുള്ളവരൊന്നും ഉപയോഗിച്ചിട്ട് ശീലയില്ല, നിങ്ങൾ ഇവിടുത്തെ മാർക്കറ്റ് കാണിച്ചാൽ ഞാൻ കച്ചവടക്കാരനാണ്, എനിക്ക് കച്ചവടം ചെയ്യാൻ അറിയാം. അങ്ങനെയാണ് ജൂതന്മാരുടെ ബനൂ ഖൈനുഖായിന്റെ മാർക്കറ്റ് കാണിച്ചു കൊടുത്ത അബ്ദുറഹ്മാൻ ഔഫിന്. അദ്ദേഹം എന്താ ചെയ്തതെന്നറിയുമോ? അദ്ദേഹത്തിനടുത്തില്ല കുറച്ച് പൈസ ഉപയോഗിച്ച് അദ്ദേഹം ഈ പലഹാരങ്ങൾ ഉണ്ടാക്കാനുള്ള വസ്തുക്കൾ വാങ്ങി. അങ്ങനെ മാർക്കറ്റിൽ കൊണ്ട് പോയിട്ട് വിൽക്കാൻ തുടങ്ങി. ചുരുക്കി പറഞ്ഞ മാസങ്ങൾ കൊണ്ട് മാർക്കറ്റിലെ ലക്ഷക്കാരനായി മാറി അബ്ദുറഹ്മാൻ ഔഫ്. ബിസിനസ്സുകാർക്ക് അബ്ദുറഹ്മാൻ ഔഫ് വലിയൊരു മാർഗദർശിയാണ്. അബ്ദുറഹ്മാൻ ഔഫിന്റെ ചരിത്രമാണ് ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉലമാക്കൾ ചർച്ച ചെയ്യുമ്പോൾ കൊണ്ടുവരാറ്. അങ്ങനെ അബ്ദുറഹ്മാൻ ഔഫ് നല്ല കാശായി, വീടായി, സൗകര്യങ്ങളായി. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഔഫ് മദീനക്കാരിയായ ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചു. പിറ്റേത് രാവിലെ പള്ളിയിലേക്ക് വന്നപ്പോൾ നല്ല അത്ര കണക്കുന്ന അബ്ദുറഹ്മാൻ ഔഫിനെ അഷ്റഫുൽ ചോദിച്ചു അബ്ദുറഹ്മാൻ ഔഫിനോട്, അബ്ദുറഹ്മാൻ ഔഫ് നല്ല ഡ്രസ്സൊക്കെ ധരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്, നല്ല പെണ്ണ് കിട്ടിയ, നല്ല സുഗന്ധം ഉണ്ടല്ലോ, നല്ല മണമുണ്ടല്ലോ, വിവാഹം കഴിച്ചോ? നഅം യാ റസൂലല്ലാഹ്, ഞാൻ വിവാഹം കഴിച്ചു ഒരു അൻസാരി പെണ്ണിനെ. ശരി, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഔലിം വലൗ ബിശാത്തിൻ, ഒരാട്ടിനെ വാങ്ങി അറുത്തിട്ട് ഒരു സൽക്കാരാക്കിക്കളാം, വലീമ. അങ്ങനെയാണ് വലീമ വന്നത്. കല്യാണത്തിന് ശേഷമുള്ള വലീമ വന്നത് അങ്ങനെയാണ്. എങ്ങനെയുണ്ട് കല്യാണം? റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടത്തിലുള്ള കല്യാണം എങ്ങനെയുണ്ട്? ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ കല്യാണം വിഷയം തെന്നി മാറുമ്പോൾ അങ്ങെത്തിപ്പോകും. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ 15 വയസ്സായി, ഹിജ്റയുടെ 2-ാം കൊല്ലം മദീനയിൽ വെച്ച്. ഫാത്തിമക്ക് പല പങ്കെട്ടും വന്നിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ ആർക്കും യേസ് കൊടുത്തിട്ടില്ല. അഷ്റഫുൽ ഹഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാദിമ്, റസൂലുള്ളാഹി തങ്ങളുടെ ഖാദിമ്, അനസേ നീ പോയിട്ട് ഇന്നിൻ്റെ നാളെ രാവിലെ പള്ളിയിലേക്ക് വരാൻ വേണ്ടി പറയണം. ഏതാണ്ട് ഒരു 10-15 ആള്. അനസ് റളിയല്ലാഹു പോയിട്ട് പറഞ്ഞു. എന്തിനാന്ന് ചോദിച്ചാൽ പോകുന്ന എനിക്കറിയില്ല, റസൂലുള്ളാഹി തങ്ങൾ പോകാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. കത്തടിച്ചിട്ടില്ല, കവ്യടിച്ചിട്ടില്ല, പേര് പറഞ്ഞിട്ടില്ല, കല്യാണ സ്ഥലത്ത് കല്യാണ കത്ത് തന്നെ ഒരു ഫക്കീറിന്റെ പലയിടത്ത് കൊടുക്കാൻ മാത്രം ഉണ്ടാവും, പോരാ, ഒരു 10 വീടുണ്ടാക്കി കൊടുക്കാം പാവങ്ങൾക്ക്. ഇന്നത്തെ കല്യാണ കത്ത് ആര് പറയുന്നത് കേട്ടു, ഒരു കത്തിന് 200, 300, 500 രൂപ വിലയുള്ള കത്തൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് കേട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു കത്തിന് 500 രൂപ വിലയുള്ള കത്ത്, എന്തായിരിക്കും ആ കത്ത് നമുക്ക് മനസ്സിലാകുന്നില്ല.
ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽക്കിന്റെ നിർദ്ദേശമനുസരിച്ച് പിറ്റേന്ന് രാവിലെ മസ്ജിദ് നബവിയിലേക്ക് വന്ന് ഈ പറയപ്പെട്ടവരൊക്കെ എല്ലാവരും കാത്തിരിക്കുക. റസൂലുള്ളാഹി നിങ്ങൾ എന്തിനാ വരാൻ പറഞ്ഞത്? രാവിലെ വരാനാ പറഞ്ഞത്. അഷ്റഫുൽ ഖൽക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുക, എന്തായിരിക്കും വിഷയം? റസൂലുള്ളാഹി നിങ്ങൾ പറഞ്ഞു, നിങ്ങളെ ഞാൻ എന്തിനാ വിളിച്ചതെന്ന് അറിയാവോ? ഇല്ല നബിയെ, എൻ്റെ മോളെ നിക്കാഹ, അതിനു വേണ്ടി വിളിച്ചതാ, ഫാത്തിമാന്റെ നിക്കാഹ്. അപ്പം എല്ലാവർക്കും അറിയേണ്ടത് ആരാ? പുതിയാപ്പിളാന്നാ. കാരണം പലരും കെട്ടാൻ ആഗ്രഹിച്ചിട്ട് ഇരിക്കുകയാണ് റസൂലുള്ളാഹി തങ്ങളുടെ മകൾ ഫാത്തിമാനെ. ആർക്കും ധൈര്യമില്ല ചോദിക്കാൻ. എല്ലാവർക്കും ബുദ്ധിയുണ്ട് ഫാത്തിമാനെ കെട്ടാൻ കിട്ടിയ തിരക്കടില്ല എന്നുള്ളത്. മാഷാ അല്ലാഹ്, 15ാമത്തെ വയസ്സാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുതിയാപ്പിള അറിയണ്ടേ? അറിയണം. പുതിയാപ്പിള എൻ്റെ മൂത്താപ്പാൻ്റെ മോനെ അലിയാണ്. അല്ലാഹു അക്ബർ. 20 വയസ്സ് കഷ്ടിച്ചാകുന്നേ ഉള്ളൂ അലിയിന്. ഒന്നുമില്ല, മുക്കാപ്പശക്ക് ഗതിയില്ല, സഞ്ചരിക്കാനൊരു വാഹനമില്ല, താമസിക്കാനൊരു വീടില്ല. ആ മസ്ജിദ് നബവിന്റെ മൂലക്ക് മണ്ണിൽ ഇങ്ങനെ കിടക്കും. അങ്ങനെയാണ് റസൂലുള്ളാഹി അബൂ തുറാബ് എന്ന് വിളിച്ചത് അദ്ദേഹത്തെ. അബൂ തുറാബ്, പുതിയാപ്പിളെ, ലോകാനുഗ്രഹി, റഹ്മത്തുല്ലിൽ ആലമീനായ അർശിന്റെ റബ്ബിന്റെ ഏറ്റവും വലിയ അടുത്ത ആളായ അഷ്റഫുൽ ഖൽക്കിന്റെ മോളെ പുതിയാപ്പിളക്ക് കിടക്കാനൊരു വീട് പോലും ഇല്ല. അബൂ തുറാബ് എന്ന് വിളിച്ചു, മണ്ണിന്റെ വാപ്പ എന്ന്. അധിക സമയത്ത് നോക്കിയാൽ അരികെ പള്ളിന്റെ മൂലക്ക് കവിഞ്ഞ് കിടക്കുന്നുണ്ടാവും, ചെരിഞ്ഞ് കിടക്കുന്നുണ്ടാവും മണ്ണിൽ, പൂഴിയിൽ. വിരിപ്പ് പോലും ഇല്ല. പുതിയാപ്പിള, അഷ്റഫുൽ ഖൽക്കിന്റെ പുതിയാപ്പിള. ഉൾക്കൊള്ളാൻ കഴിയില്ല അല്ലേ? ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നറിയോ? നമുക്ക് സ്നേഹം അള്ളാഹുവിനോടും അള്ളാഹിന്റെ റസൂലിനോടും അല്ല. അള്ളാഹിന്റെ റസൂൽ നമുക്ക് എപ്പോഴും ഒരു 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 എന്തോ ഒരു ആരാധനാമൂർത്തി മാത്രമാണ്. അള്ളാഹു ഒരു ആരാധനാമൂർത്തിയും അഷ്റഫുൽ ഖൽക്ക് ഒരു നേതാവും. അതിൽക്ക് വലിയ വേറെ ഒന്നുമല്ല നമുക്ക് അള്ളാഹിന്റെ റസൂലും അള്ളേ. മനസ്സിലാക്കണം നാം. അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടൻ തന്നെ നിക്കാഹിലേക്ക് ഏർപ്പെട്ടു. ഇമാം മുസ്ലിം റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ സഹീഹ് മുസ്ലിമിൽ ആ ഖുതുബ വിശദീകരിച്ചിട്ടുണ്ട്. ഹംദ് പറഞ്ഞു. ഇപ്പോൾ ഖുതുബക്ക് പറഞ്ഞ അതേ കാര്യം, അതേ വാക്കുകൾ, 5 വാക്കുകൾ. ഹംദ്, സലാത്ത്, വസിയത്ത്, അതേപോലെ തന്നെ തഖ്വ കൊണ്ടുള്ള കാര്യങ്ങൾ. അരന്ന 3-4 ആയത്ത് അഷ്റഫുൽ ഖൽക്ക് ഓതി. അലിഗിന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, സവ്വൈതുക ബിന്തി ഫാത്തിമ. അപ്പൊ അലി പറഞ്ഞു, ഖബിൽതു മിൻക നിക്കാഹഹ. ആ കൂട്ടത്തിൽ നിന്ന് 2 സാക്ഷികളും. നിക്കാഹ് കഴിഞ്ഞു അഷ്റഫുൽ ഖൽക്കിന്റെ, ഫാത്തിമാന്റെ. ഒന്നുമില്ല, വീട് വേണ്ടേ ഒന്നിച്ച് താമസിക്കാൻ. അലിന് ഒന്നിച്ചാക്കണ ആയിഷ ബീവിന്റെ വീട്ടിലെ സൗകര്യം വേണം. അവിടെ വേറെ വീടില്ല, ബെഡ്റൂം ഒന്നുമില്ല. ഒരു വീട് വാടകയ്ക്ക് വാങ്ങി. ഒമൈർ എന്ന് പറയുന്ന ആളോട് 2 ദിർഹമും അത് വാടകയ്ക്ക് ഒരു വീട് വാങ്ങി. ആ വീട്ടിൽ പുതിയ പെണ്ണും താമസിക്കുന്നു. അഷ്റഫുൽ ഖൽക്കിന്റെ പൊന്നാര മോള് ഫാത്തിമത്തു സഹ്റ. ഫാത്തിമ ബിൽഅത്തും മിന്നി വ ഖുർറത്തു ഐനി. എൻ്റെ ശരീരത്തിന്റെ ഒരു കഷ്ണമാണ് എൻ്റെ മോള്, എൻ്റെ കണ്ണിന് കുളിർമയാണ് എൻ്റെ മോള് എന്ന് വെച്ചിട്ട് ഏതെങ്കിലും ജൂതന് കെട്ടിച്ചു കൊടുത്തിട്ട് സുഖിക്കാൻ പാടില്ലെല്ലാം. കണ്ണിന് കുളിർമയായ മക്കളാ. കണ്ണിന് കുളിർമയായ മക്കളെ നാളെ ആഖിറത്തിലേക്ക് ഒരുങ്ങാനുള്ള ദമ്പതിമാരാക്കി മാറ്റലാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട അലിയും ഫാത്തിമയും വാടക വീട്ടിൽ വെള്ളം കോരിക്കൊണ്ടുവരണം. അഷ്റഫുൽ ഖൽക്കിന്റെ പ്രിയപ്പെട്ട മോള് ഫാത്തിമാന്റെ കൈ ചുവന്നു, മുതുകത്ത് താമ്പ് വന്നു, ഇതിട്ടിട്ട് ബക്കറ്റ് ഇട്ടിട്ട്. എല്ലാം കൂടി സംഭവങ്ങളൊക്കെ അറിയാലോ. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽക്ക് ആയിഷന്റെ വീട്ടിന്റെ പിറകിൽ തട്ടിക്കൂട്ടി ഒരു ചെറിയ കൂരയുണ്ടാക്കി. ആയിഷത്തു സിദ്ദീഖിന്റെ വീട്ടിന്റെ പിറകിൽ ഇപ്പോഴും കാണാം ആൾക്കാരുടെ പോയിട്ട് മണ്ണ് വാരാൻ നിൽക്കുന്നത് കൊണ്ട് അതെല്ലാം മറച്ചു ഗവൺമെന്റ്. അവിടെ പോയിട്ട് മുത്തും, അവിടെ പോയിട്ട് തടവും, അവിടെ പോയിട്ട് ഇങ്ങനെ മണ്ണ് മോന്തി എടുക്കും, പൊടി വറുക്കിയെടുക്കും. ഈ വെള്ളത്തിൽ മുക്കിയിട്ട് കൊടുക്കണമല്ലോ, വെള്ളത്തിൽ കലക്കാൻ പൊടി വേണ്ടേ? വെള്ളത്തിൽ പുരോഹിതന്മാർക്ക് വെള്ളത്തിൽ കലക്കാൻ പൊടി വേണ്ട. മുടിവെള്ളത്തിൽ പൊടി കലക്കുക, നല്ല പരിപാടി. അതിന് വെള്ളം വേണ്ട. അത് എവിടെ കിട്ടുക? റൗള ഷരീഫിൽ ലോകാവസാനം വരെ ഒരു കുട്ടിക്കും അഷ്റഫുൽ ഖൽക്കിന്റെ ഖബറിന്റെ അടുത്തേക്ക് പോകാൻ കഴിയില്ല. ആ ഖബറ് 1-ാം നൂറ്റാണ്ടിൽ തന്നെ 4 ഭാഗവും കോൺക്രീറ്റ് ചെയ്ത് 4 ഭാഗവും വെള്ളം കാണുന്നത് വരെ കുഴിച്ച്, എന്നിട്ട് അതിൽ കോൺക്രീറ്റ് ചെയ്ത് അതിന്റെ മേലെയും കോൺക്രീറ്റ് ചെയ്തു. ഭൂലോകത്ത് ലോകാവസാനം സംഭവിക്കുന്നല്ലാതെ ഹബീബായ മുത്തിന്റെയും ബാക്കി 2 ഖബറ് കണ്ണുകൊണ്ട് ആ മീസാൻ കല്ല് കാണാൻ ലോകത്താരെ കൊണ്ടും സാധിക്കൂല. പിന്നെ ഈ കാക്ക കീർന്ന പൊടി കിട്ടിയെന്ന് അള്ളാഹിനോട് ഒരിടത്തിനെ അറിയുള്ളൂ. അന്ന് മുതൽ ഇന്ന് വരെ ഈ 14 നൂറ്റാണ്ട് കാലവും ആ ഖബർ ആരും കണ്ടിട്ടുമില്ല. അതിൻ്റെ പുറത്ത് വേറൊരു കെട്ട് കല്ലിൻ്റെ, അതിൻ്റെ പുറത്താണ് ആ പിന്നെ ഇപ്പം കാണുന്ന ഗ്രില്ല് കാണുന്നത്. ആ ഖബറിൻ്റെ അന്ന് ഭരണകൂടം, ഇറാഖ് കൂഫ ഭരണകൂടം കോൺക്രീറ്റ് ഇട്ടിട്ട് മറിച്ച് അതിനപ്പുറത്ത് കെട്ടിയ, അതിനാണ് അന്ന് തുർക്കികൾ പച്ചപ്പട്ടുകൊണ്ട് വിരിച്ചത്. അപ്പം ആ പച്ചപ്പട്ടിന് പോലീസായി. തുർക്കികൾക്ക് എന്താ കാര്യം? തുർക്കികൾ പച്ച കളർ തിരഞ്ഞെടുത്തു. അതിനനുസരിച്ചിട്ട് പള്ളിക്ക് പെയിൻ്റിടാൻ തുടങ്ങി. മുനാരത്തിന് പച്ച പെയിൻ്റിട്ടാലേ റാഹത്താവും ഷിയാക്കൾക്ക്. ഇപ്പം സെൽഫികളും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹ അവിടെയാണ് താമസാക്കിയത്. അഷ്റഫുൽ ഖൽക്ക് വഫാത്താകുന്നത് വരെയും അവിടെയാണ് താമസം. എവിടെ പോകുമ്പോൾ അഷ്റഫുൽ ഖൽക്ക് ഫാത്തിമാന്റെ പേർക്ക് പോയിട്ടാണ് പോവുക.
എവിടുന്ന് വന്നാലും അഷ്റഫുൽ ആദ്യം ഫാത്തിമാനത്തേക്കാണ് പോവുക. രണ്ടാമത്തെ ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടാണ് പോവുക. എന്തെങ്കിലും ഉണ്ടാവും കയ്യിൽ അസ്ഹർ ഹുസൈനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. 5 പൈസ കൈമരില്ലെങ്കിൽ അഷ്റഫുൽക്ക് വഴിക്കുന്നെങ്കിൽ നല്ല ഉരുണ്ട കോട്ടി പോലത്തെ കല്ലെടുത്ത് കൈ പിടിക്കും. എന്നിട്ട് മക്കളോട് പറയും, മക്കളെ ഇന്ന് തിന്നാനൊന്നും ഇല്ല കേട്ടോ, ഇന്ന് കളിക്കാനുള്ള സാധനമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അങ്ങനെ ഉപ്പൂപ്പിയും പേരെ കുട്ടികളും കൂടി ഇരുന്നിട്ട് കളിക്കും. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇഹി അലൈഹിം അജ്മഈൻ. സുബ്ഹാനല്ലാഹ്. നമ്മുടെ അഷ്റഫുൽ ഖൽഖ് ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങൾ ഒരാളും മുഅ്മിനാവുകയില്ല നിങ്ങളെ ബാപ്പാനേക്കാളും നിങ്ങളെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും നിങ്ങളെത്തേക്കാളും നിങ്ങളെ സ്വന്തത്തെക്കാളും ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവനാകുന്നത് വരെ. ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നൽ മുഹിബ്ബ ലിമൻ യുതീഉ മുഹിബ്ബു യുഹിബ്ബു ലിമൻ യുഹിബ്ബു മുതീഉ. എന്താണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ആ ഇഷ്ടപ്പെടുന്ന ആള് എങ്ങനെയാണോ ഞാൻ അങ്ങനെയാവുക. അതാണ് ഇഷ്ടം. അതാണ് ഇഷ്ടം. ജൂതന്മാരെ മാതിരി റോട്ടുമെന്ന് തുള്ളലല്ല ഇഷ്ടം. അതെ, 3 ഉണ്ണികളുമായി 3 മതക്കാർ അരങ്ങേറ്റം നടത്തുകയാണ്. നാട്ടിനെ കുലുക്കി നടത്തുകയാണ്. നാട്ടിനെ അതിശയം കൊള്ളിക്കുകയാണ്. 3 മതക്കാർ 3 ഉള്ളികളുമായിട്ട്. ഹിന്ദു മതക്കാർ ഉണ്ണികൃഷ്ണനുമായി, ഷീഈ മതക്കാർ ഉണ്ണി മുഹമ്മദ്, ക്രിസ്ത്യാനി മതക്കാർ ഉണ്ണി യേശു. അങ്ങനെ 3 ഉണ്ണികളുടെ കയ്യിലാണ് ഇപ്പോൾ ലോകത്തിന്റെ നിയന്ത്രണം. ആ ഉണ്ണിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് പാവപ്പെട്ട സാധാരണക്കാരന്റെ മാനസികാവസ്ഥയെ ഭ്രമിപ്പിച്ചു നിർത്തി, പിരാന്താക്കി നിർത്തി പുരോഹിത വർഗം അവരെ റോട്ടിൽ നിന്ന് തുള്ളിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഷിയാക്കളായ ചെറുപ്പക്കാരോട്, സാധാരണക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ പുരോഹിത വർഗത്തിന്റെ പിടുത്തത്തിൽ നിന്ന് യുദ്ധകാല അടിസ്ഥാനത്തിൽ മോചിച്ചിട്ടില്ലെങ്കിൽ, ഒഴിവായിട്ടില്ലെങ്കിൽ, ദുനിയാവും ആഖിറവും നിങ്ങൾക്ക് ക്രൂരമായ അവസ്ഥയായിരിക്കും വരാനിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഈ പുരോഹിതന്മാര് നിങ്ങളെ അഷ്റഫുൽ ഖൽക്കിനോടുള്ള നിങ്ങൾ അന്ധമായ സ്നേഹത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. ആ സ്നേഹത്തെ അവർക്ക് വേണ്ടിയാണ് അവർ ഉപയോഗിക്കുന്നത്. അവർ തുള്ളാൻ പറഞ്ഞാൽ നിങ്ങൾ തുള്ളും, അവർ കയറാൻ പറഞ്ഞാൽ അവർ കയറും, അവരാടാൻ പറഞ്ഞാൽ നിങ്ങൾ ആടും, അവർ ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ ഡാൻസ് കളിക്കും, അവർ ജൂതന്റെ കോട്ടിടാൻ പറഞ്ഞാൽ നിങ്ങൾ കോട്ടിടും, അവർ ക്രിസ്ത്യാനിയുടെ സൂട്ടിടാൻ പറഞ്ഞാൽ സൂട്ടിടും, അവർ മറ്റവന്റെ കഴുത്തി കോണം കെട്ടാൻ പറഞ്ഞാൽ കോണം കെട്ടും, അങ്ങനെ മറ്റവന്റെ തൊപ്പിയിടാൻ പറഞ്ഞാൽ തൊപ്പിയിടും. അങ്ങനെ നിങ്ങൾ മോയിൻകുട്ടി വൈദ്യരെ പാട്ടും പാടി തുള്ളും റോട്ടുമിൽ നിന്ന്, റംലാ ബീഗത്തിന്റെ പാട്ടും പാടി തുള്ളും റോട്ടുമെന്ന്, ആയിഷ ബീഗത്തിന്റെ പാട്ടും പാടി, പീർ മുഹമ്മദിന്റെ പാട്ടും പാടി തുള്ളും റോട്ടിൽ നിന്ന്, ഇവിടുത്തെ യേശുദാസിന്റെയും അതേപോലെയുള്ളവരുടെയും പാട്ടുപാടി നിങ്ങൾ തുള്ളും. നിങ്ങൾ ഭ്രാന്തന്മാരാണ്. എന്തുകൊണ്ടെന്നറിയോ? നിങ്ങളുടെ പുരോഹിതന്മാരെ നിങ്ങളെ ഭ്രാന്തരാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ലോകത്ത് കേരളത്തിലുള്ള യുവാക്കൾ, ഷീഈ യുവാക്കളോട് വളരെ കൃത്യമായിട്ട് ഞാൻ പറയുകയാണ്, ഈ പുരോഹിത വർഗത്തെ എത്രയും പെട്ടെന്ന് കൈവിടുക. അവർ നിങ്ങളുടെ ഗുണകാംക്ഷികളല്ല, അവരെ നിങ്ങളെ നാശത്തിലേക്ക് നയിക്കുന്നവരാണ്. നിങ്ങളെ പണമാണ് അവർക്ക് ആവശ്യം. നിങ്ങളോട് അവർ ബിരിയാണി വെക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ബിരിയാണി വെക്കും. 1 മുതൽ 12 വരെ പള്ളിയിൽ ലൈറ്റ് കത്തിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ കത്തിക്കും. അതുപോലെ 20-30 വരെ വേണമെന്ന് പറഞ്ഞാൽ അതും നിങ്ങൾ ചെയ്യും. അതുപോലെ മറ്റേ റബിയും വേണമെന്ന്. അങ്ങനെ നിങ്ങൾ മാനസിക രോഗികളായി പുരോഹിത വർഗത്തിന്റെ ചണ്ടാളന്മാരായി മാറിയിരിക്കുകയാണ്. ഹോ മുസ്ലിം സമൂഹമേ, സാധാരണക്കാരായ ഷീ വിഭാഗമേ, നിങ്ങളോട്, ആണുങ്ങളോടും പെണ്ണുങ്ങളോടും ഞാൻ പറയട്ടെ, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഈ ക്രൂരന്മാരാകുന്ന ജൂതപ്പിശാചിക്കളാകുന്ന പുരോഹിത വർഗത്തെ കൈവിട്ട് ഇസ്ലാമിലേക്കും മുസ്ലിമിലേക്കും തിരിച്ചു വന്നുകൊള്ളുക. ഭയങ്കരമായ നാശം ഈ നൂറ്റാണ്ടിന്റെ ഏതാണ്ട് ഒടുക്കത്തിൽ സംഭവിക്കാൻ പോകുകയാ. അത്ര അപകടത്തിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. അതെ, സാധാരണക്കാരൻ അഷ്റഫുൽ ഖൽക്കിനോട് സ്നേഹിക്കാൻ പറഞ്ഞാൽ അവർ സ്നേഹിക്കും. അഷ്റഫുൽ ഖൽക്കിന് വേണ്ടി ബിരിയാണി വെക്കാൻ പറഞ്ഞാൽ അവർ ബിരിയാണി വെക്കും. അഷ്റഫുൽ ഖൽക്കിന് വേണ്ടി തോരണം കെട്ടാൻ പറഞ്ഞാൽ അവർ തോരണം കെട്ടും. അത് ഇത്ര ദിവസം വേണമെന്ന് മുസ്ലിയാർ പറഞ്ഞാൽ അത്രയും ദിവസം കെട്ടും. ആരുണ്ട് തയ്യാറ്? 30 ദിവസം ലൈറ്റ് കത്തിക്കാൻ ഞാൻ തയ്യാറുണ്ട്, ഹാജിയാർ പ്രഖ്യാപിക്കും. ഈ രീതിയിൽ അന്ധമായി സാധാരണക്കാരായ ഷീഈ വിഭാഗത്തിന്റെ മനസ്സിനെ ക്രൂരമായി വേട്ടയാടി ഉപയോഗിച്ച് പുരോഹിതന്മാരെ സുഖിച്ച് രാക്ഷസന്മാരെ പോലെ ജീവിക്കുകയാണ്. ഇത് വേണം ഒരു പരിഹാരം. അതെ, ഇസ്ലാമും മുസ്ലിമും ഇവർക്ക് ആർക്കും ഇതുമായിട്ട് ബന്ധമില്ല. ഈ പറയപ്പെട്ടതൊന്നുമായിട്ടും ഇസ്ലാമിന് ബന്ധമില്ല, മുസ്ലിമിന് ബന്ധമില്ല. ഈ പറയപ്പെട്ടതെല്ലാം ജൂതനുമായിട്ട് ബന്ധപ്പെട്ടത്, ക്രിസ്ത്യാനിയുമായി ബന്ധപ്പെട്ടത്, ഹിന്ദുവുമായിട്ട് ബന്ധപ്പെട്ടത്. അങ്ങനെ 4 മതങ്ങൾ ഇന്ന് സജീവമാണ്. ജൂതമതം സജീവമാണ്, ക്രിസ്തുമതം സജീവമാണ്, ഹിന്ദു ആര്യമതം സജീവമാണ്, ഷീഈ മതം സജീവമാണ്. ഇസ്ലാമും മുസ്ലിമും അതിന്റെ ഏറ്റവും പരീക്ഷണത്തിന്റെ ഘട്ടം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വേർതിരിച്ചറിയാൻ നമുക്ക് കഴിയണം. നമ്മളെ ശ്രദ്ധ തിരിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്.
ലോകത്തിന്റെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ പറഞ്ഞ് നമ്മളെ ശ്രദ്ധ തിരിക്കുന്നുണ്ട്. ലോകത്തിന്റെ മറ്റ് സാമ്പത്തിക സ്ഥിതിഗതികൾ പറഞ്ഞ് നമ്മളെ ശ്രദ്ധ തിരിക്കുന്നുണ്ട്. ഇസ്ലാമും മുസ്ലിമും വളരെ ചെറിയ ന്യൂനപക്ഷമാണ് മുസ്ലിമീങ്ങൾ. 1-2% ലോകത്ത് മുസ്ലിമീങ്ങൾ. ആരാണ് മുസ്ലിമീങ്ങൾ? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷഹാദത്ത് കൊടുക്കുകയും അത് വളരെ ശക്തമായി നടപ്പിലാക്കുകയും ചെയ്യുന്നവർ, മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് ഷഹാദത്ത് കൊടുക്കുകയും അത് വളരെ ശക്തമായിട്ട് നടപ്പിലാക്കുകയും ചെയ്യുന്നവർ. ഇടയ്ക്ക് അങ്ങോട്ട് നീങ്ങിപ്പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നസീബാക്കി തരട്ടെ. ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി അവന്റെ ദീൻ ഈ സമൂഹത്തിന് അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിനെ പരിചയപ്പെടുത്തി തരുന്നു. എല്ലാം റബ്ബാണ്. അത് കഴിഞ്ഞിട്ട് ഇലാഹിനെ പരിചയപ്പെടുത്തി തരുന്നു. അല്ലാഹു അല്ലാതെ മറ്റൊന്നുമില്ല. റബ്ബ് എല്ലാം അല്ലാഹുവാണ്. ഇലാഹ് അല്ലാഹു അല്ലാതെ മറ്റൊന്നുമില്ല. ഈ 2 ആശയങ്ങളാണ് കലിമത്തു ഷഹാദയിലുള്ളത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വജഅലകുമുൽ അർള ഫിറാശ വസ്സമാ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅ. ആകാശത്തിൽ നിന്ന് മഴയിറക്കി വെള്ളമിറക്കി തന്നവനാണ് നിങ്ങൾ അവനിക്ക്. വഅഖ്റജ ബിഹി മിനസ് സമറാത്തി. അങ്ങനെ പഴവർഗ്ഗങ്ങൾ, ആ മഴ വന്നപ്പോൾ പഴവർഗ്ഗങ്ങൾ ഉൽപ്പാദിപ്പിച്ചു തന്നു അല്ലാഹു തആല. റിസ്ഖലക്കും, നിങ്ങൾക്ക് തിന്നാൻ. അങ്ങനെ അല്ലാഹു തആല അവന്റെ റുബൂബിയത്തിന്റെ വിശേഷണങ്ങൾ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് അല്ലാഹു തആല ആദർശത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഇപ്പോഴും ആദർശമായിട്ടില്ല. റുബൂബിയത്ത് നാളെ ആകാശത്ത് നിന്ന് ഇന്നലെ അംഗീകരിച്ചു വന്നതാണ്. അശ്ഹദു അല്ലാ റബ്ബ ഇല്ലല്ലാഹ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അലസ്തു ബി റബ്ബിക്കും ഖാലു ബലാ ഷഹീദിന. ആ ഷഹാദത്ത് അന്ന് നടന്നു. അശ്ഹദു അല്ലാ റബ്ബ ഇല്ലല്ലാഹ്, എനിക്ക് റബ്ബായിട്ട് അല്ലാഹു അല്ലാതെ വേറെ ആരുമില്ല. ഇത് ഷഹാദത്ത് ആകാശത്ത് നിന്ന് വന്നിട്ട് പറഞ്ഞ ആ റുബൂബിയത്ത് ഇങ്ങനെ ഒന്ന് ആവർത്തിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ദായികൾ അടിസ്ഥാനമായി പറയേണ്ടത് ഉലൂഹിയത്താണ്, അതിന് അനുബന്ധമായിട്ട് പറയേണ്ടത് റുബൂബിയത്താണ്. ഒരു ദഅവത്ത്, ഒരു തൗഹീദിലേക്കുള്ള ദായി, ഒരു മുസ്ലിം ദായി. ഞാനിവിടെ ഒന്നും വിശേഷിപ്പിക്കുന്നില്ല. ഒരു സലഫി അല്ലെങ്കിൽ ഒരു മുജാഹിദ്, അതൊന്നും വിശേഷിപ്പിക്കുന്നില്ല. ഒരു ഭാഗത്ത് ഇസ്ലാം മുസ്ലിം, മറുഭാഗത്ത് മുസ്ലിം അല്ലാത്തവർ. മുസ്ലിം അല്ലാതാരും ആവാം, ഷിയാക്കളാവാം, ജൂതന്മാരാകാം, ക്രിസ്ത്യാനികളാവാം, മജൂസികളാകാം. അതിൽ ഷഹാദത്ത് നൽകിയിട്ട് ആ ഷഹാദത്ത് പിൻവലിച്ച ഷിയാക്കൾ, ജൂതന്മാരും ക്രിസ്ത്യാനികളും മജൂസികളും അവർ പൂർവികന്മാർ ഷഹാദത്തിലായിരുന്നു, പിന്നെ വന്നവർ ഷഹാദത്തിലായിരുന്നില്ല. ആ രീതിയിൽ ആരായെന്തല്ല, അതെല്ലാം മതക്കാര്. ഇസ്ലാം മുസ്ലിം. ഇസ്ലാം എന്താണ്? മുസ്ലിം എന്താണ്? ഇസ്ലാം എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ ഷഹാദ, മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ ഷഹാദ. ആ ഷഹാദ അല്ലാഹു തആലക്ക് കൃത്യമായി കൊടുക്കുകയും പാലിക്കുകയും ചെയ്യുന്നവർ, അവർക്കാണ് മുസ്ലിം എന്ന് പറയുന്നത്. ആരാണ് മുസ്ലിം? ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ പാലിക്കുന്നവർ. ആരാണ് മുസ്ലിം? മുഹമ്മദുർ റസൂലുള്ളാഹി കൊടുത്ത ഷഹാദ പാലിക്കുന്നവർ. എന്താണ് ഷഹാദ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. എൻ്റെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലും അല്ലാഹു അല്ലാത്ത മറ്റാരെയും ഞാൻ പരിഗണിക്കുകയില്ല. അത് ഞാൻ ജീവിച്ച് തെളിയിക്കാൻ ഷഹാദ ചെയ്യാൻ തയ്യാറാണ്. അതെങ്ങനെയാണ് ഞാൻ തെളിയിക്കുക? അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മുഹമ്മദ് നബി എങ്ങനെയാണോ എനിക്കത് കാണിച്ചു തന്നത് അതുപോലെ ഞാൻ ചെയ്തിരിക്കും. അശ്ഹദു, അതും ഞാൻ തെളിയിക്കാൻ തയ്യാറാണ്. ഇതാണ് 2 ഷഹാദ. ഞാൻ ചോദിക്കുന്ന എൻ്റെ മുമ്പിലിരിക്കുന്നവരോട് നെഞ്ചത്ത് കൈവച്ചിട്ട് ചോദിക്കും, ഈ ഷഹാദത്തിന് വല്ല പോറലു ഏറ്റിട്ടുണ്ടോ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിന്ന്? 24 മണിക്കൂർ ജീവിതത്തിൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ബാദിറു ബിൽ അഅമാലി ഖിതഅൻ ഖിതഇൽ ലൈലിൽ മുസ്ലിം. ഇരുട്ടുള്ള രാത്രിയിൽ നിങ്ങളെ കള്ളൻ കടന്നു വരുന്നത് പോലെ നിങ്ങളെ ഈമാനിനെ കട്ടുകൊണ്ടുപോകാൻ വേണ്ടി കള്ളൻ വരും, ജാഗ്രത പാലിച്ചു കൊള്ളണം. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഫയുസ്ബിഹു റജുലു മുഅ്മിന. നേരം വെളുക്കുമ്പോൾ അയാൾ നല്ല പ്യൂർ മുഅ്മിനായിരിക്കും, ഷഹാദത്ത് കൃത്യമായിരിക്കും. വയുസ്മിൻസി കാഫിറ. വൈകുന്നേരമാകുമ്പോഴേക്ക് അയാളെ ഷഹാദത്ത് ബാത്തിലായിട്ടുണ്ടാകും, കാഫിറായിട്ടുണ്ടാകും. വയുംസി മുഅ്മിന. വൈകുന്നേരം അയാൾ വളരെ ക്ലിയർ മുഅ്മിനായിരുന്നു. വയുസ്ബിഹു കാഫിറ. നേരം വെളുക്കുമ്പോഴേക്ക് അയാൾ ഷഹാദ ബാത്തിലായിട്ടുണ്ടാകും, കാഫിറായിട്ടുണ്ടാകും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യബീഉ ദീനഹു ബിഅറളിൻ മിനദ് ദുനിയ. ഈ ദുനിയാവിന്റെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അയാളെ ദീൻ അയാൾ വിറ്റിട്ടുണ്ടാവും. യബീഉ ദീനഹു, അയാളെ ദീൻ അയാൾ വിറ്റിട്ടുണ്ടാവും. ബിഅറളിൻ മിനദ് ദുനിയ, ദുനിയാവിന്റെ എന്തെങ്കിലും ഒരു ആവശ്യത്തിൽ. ചിലപ്പോൾ കല്യാണമായിരിക്കും. ഒരു OBC കല്യാണത്തിന് വിളിച്ചതാ, ഒരു OBCന്റെ കല്യാണത്തിന് പോയതാ. കല്യാണത്തിന് പോയി നോക്കുമ്പോൾ അവിടെ സകല തോന്നിയവാസങ്ങളുണ്ട്. പാട്ട്, കൂത്ത്, ജൂതൻ, നസ്രാന, ഷീഇ എല്ലാവരുടെയും ആധിപത്യമുണ്ട്. ഒരു മുജാഹിദ് പണ്ഡിതന്റെ വക പ്രസംഗം, ഒരു ഷീഇ പണ്ഡിതന്റെ വക അറബി,
ഒരു വേറൊരു ഷീഇന്റെ വക ഇലാഹ നടത്തി, മൂന്നാമത്തെ ഷീഇന്റെ വക അൽഫാത്തിക്ക് ദുആ, അവിടെ എല്ലാം കൂടിയിട്ട് ഈ മുസ്ലിം പോയിട്ട് ഇരിക്കുമ്പോൾ ആ മുസ്ലിമിന്റെ മനസ്സ് പറയുന്നു, എല്ലാരും ഉണ്ടല്ലോ, പിന്നെ ഞാനായിട്ട് എന്തിനാ ഒഴിവാക്കുന്നത്? തീർന്നു നിന്റെ ഷഹാദ, നിന്റെ ഷഹാദ തീർന്നു സഹോദര. ഒരുപക്ഷെ എനിക്ക് 50 കൊല്ലം പഴക്കമുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ടിക്കറ്റ് ഉണ്ടാവും, മെമ്പർഷിപ്പ് ഉണ്ടാവും, 50 കൊല്ലം ഉണ്ടാവും, കീശിന്ന് തുരുപ്പിയിട്ടുണ്ടാവും, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ ഷഹാദ പോയി. അവിടെ എത്തുമ്പോൾ എനിക്ക് അല്ലാണ്ട് റസൂലിന് മനസ്സിലേക്ക് വന്നില്ല, ഹബീബുള്ള ഹുബ്ബ് എനിക്ക് വന്നില്ല. എനിക്ക് നിന്റെ കൂട്ടുകാരനോടുള്ള ഹുബ്ബ വന്നത്, നിന്റെ അയൽവക്കക്കാരനോടുള്ള ഹുബ്ബ വന്നത്, നിന്റെ ബിസിനസ് പാർട്ട്ണറിനുള്ള അല്ലെങ്കിൽ നിന്റെ കസ്റ്റമേഴ്സിനുള്ള ഹുബ്ബാണ് നിനക്ക് വന്നത്. അവിടെ പോയി കാര്യം. ഇവനവന്റെ ദീനിനെ വിൽക്കും. അത് പണ്ഡിതനായാലും ശരി, പ്രാസംഗികനായാലും ശരി, പണക്കാരനായാലും ശരി, സാധാരണക്കാരനായാലും ശരി, എത്ര കൃത്യമായിട്ടാണ് ഊരിപ്പോകുന്നത് അവന്റെ ദീൻ, അവന്റെ കൃത്യത്തിൽ നിന്ന് വിട്ടുപോകുന്നത് അവന്റെ ദീൻ. കൃത്യമായി ശ്രദ്ധിച്ചോളാം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റുബൂബിയത്തെ ഇങ്ങനെ വിശദീകരിച്ചിട്ട് അവസാനം ആദർശത്തിലേക്ക് വിളിക്കുകയാണ്. എന്താണ്? ലാ തജ്അലൂ ലില്ലാഹി അൻദാദാ ഇൻ കുൻതും തഅലമൂൻ. അതാണ് ആദർശം. അതാണ് 313 മുർസലീങ്ങൾ പറഞ്ഞ വാക്ക്. ലാ തജ്അലൂ ലില്ലാഹി, അല്ലാഹ്ക്ക് നിങ്ങൾ ഉണ്ടാക്കി വെക്കരുത്, അൻദാദാ, പകരക്കാരെ ഉണ്ടാക്കി വെക്കരുത്, നിദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, മാഷാ അല്ലാഹു വശിഅത, അല്ലാഹ് ഉദ്ദേശിച്ചതും നിങ്ങൾ ഉദ്ദേശിച്ചതും, ഇൻഷാ അല്ലാഹു വശിഅത, അല്ലാഹ് ഉദ്ദേശിച്ചാൽ, തങ്ങളെ നിങ്ങളും ഉദ്ദേശിച്ചാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദേഷ്യം വന്നു, മുഖം ചുമന്നു, ദേഷ്യം പിടിച്ചിട്ട്. എന്നിട്ട് ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? അജഅൽതനി ലില്ലാഹി നിദ്ദ. എന്തേ പറഞ്ഞിട്ടുള്ളൂ? ഇൻഷാ അല്ലാഹു വശിഅത. അല്ലാഹനെ വിട്ടിട്ടില്ല മൂപ്പര്, അല്ലാഹനെ അംഗീകരിക്കുന്നുണ്ട് മൂപ്പര്. ആ കൂട്ടത്തിൽ നിങ്ങളും എന്ന് പറഞ്ഞു. അല്ലാഹനെ പറയുമ്പോൾ അതിന്റെ ഒക്കെ നിങ്ങളും എന്ന് പറഞ്ഞു, അത്രേ പറഞ്ഞിട്ടുള്ളൂ. വശിഅത, ഇൻഷാ അല്ലാഹ്, അല്ലാഹ് വേണ്ടുക വെച്ചെങ്കിൽ, വശിഅത, തങ്ങളും വേണ്ടുക വെച്ചെങ്കിൽ. റസൂലുള്ളാഹി തങ്ങൾക്ക് ദേഷ്യം വന്നു. ചോദിച്ചത് എന്താണ്? അജഅൽതനി ലില്ലാഹി നിദ്ദ, നീ എന്നെ അല്ലാഹ്ക്ക് പകരക്കാരനാക്കിയോ? നീ ഒറ്റ സ്വരത്തിൽ രണ്ടാളെ പറഞ്ഞത്, ഒരു അത്ഫിന്റെ വാവിട്ടിട്ട് ഒറ്റ സ്വരത്തിൽ അല്ലയും ഞാനും, നീ എന്നെ പകരക്കാരനാക്കിയോ? അഥവാ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നീ എങ്ങനെ പറയണം? ഇൻഷാ അല്ലാഹു സുമ്മ ശിഅത എന്ന് നീ പറയണം. അല്ലാഹ് വേണ്ടുക വെച്ചെങ്കിൽ, പിന്നെ തങ്ങൾ തങ്ങളേതായ കാര്യങ്ങൾ ഉദ്ദേശിച്ചെങ്കിൽ, പിന്നെ മറ്റേത് ഇൻഷാ അല്ലാഹു വശിഅത, അല്ലയും നബിതങ്ങളും, ഇൻഷാ അല്ലാഹു സുമ്മ ശിഅത, അല്ലാഹ് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വാക്കിന്റെ പ്രത്യേകം മനസ്സിലായല്ലോ. ഒരു വാവിന്റെ മുകളിൽ പിടിച്ചിട്ടാണ് റസൂലുള്ളാഹി നമുക്ക് ദേഷ്യം പിടിച്ചത്. നമ്മൾ പറയുന്നു നമുക്ക് അവർക്കും കൂടാം ഇവർക്കും കൂടാം, ആ ചോറും തിന്നാം ഈ ചോറും തിന്നാം, ആ നിക്കാഹിനും പോകാം ഈ പരിപാടിക്കും പോകാം, എല്ലാം കൂടി ഒരു ഈ പിന്നെ കുലുക്കി സർവത്ത് ഉണ്ട്, അവിൽ കലക്കി സർവത്താ, കുലുക്കി സർവത്ത്, അത് സർവത്ത് എന്ന ബോർഡ് കാണാമല്ലോ. അതേമാതിരി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അവിൽ സർവത്ത്, അതിലാരും പെട്ടു, സെൽഫികളും പെട്ടു. നാം പറയുന്നു ഇസ്ലാം മുസ്ലിം, ഇതാണ് നമ്മുടെ മുദ്രാവാക്യമാവേണ്ടത്. എന്താണ് ഇസ്ലാം? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആരാണ് മുസ്ലിം? ഈ രണ്ട് ഷഹാദത്ത് അനുസരിച്ച് ജീവിക്കാൻ തയ്യാറായവർ. എങ്ങനെ ജീവിക്കേണ്ടി വരും? സഹാബാക്കൾ ജീവിച്ചതുപോലെ ജീവിക്കേണ്ടി വരും. ഒരുപാട് കടിച്ചു പിടിച്ച് ജീവിക്കേണ്ടി വരും, ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കേണ്ടി വരും, ഒരുപാട് കൂട്ടുകാരെ ആദർശരംഗത്ത് തള്ളേണ്ടി വരും, ഒരുപാട് ബന്ധങ്ങളെ ആദർശരംഗത്ത് ഇല്ലാണ്ടാക്കേണ്ടി വരും. അതേസമയത്തിൽ മാനുഷിക ബന്ധങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് അഖബ ഉടമ്പടി കേട്ടിട്ടില്ലേ? അഖബയിലേക്ക് റസൂലുള്ളാഹി തങ്ങൾ മിനായിലേക്ക് ആരെങ്കിലും സഹായിക്കാൻ കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് പോയതാ. തായിഫ് എന്ന് വന്നു, ഒടയോറില്ല. മുത്തഇം ഇബ്നു അദീഖിന്റെ കസ്റ്റഡിയിലാണ് ഇപ്പോഴുള്ളത്. 30 വയസ്സായി. ഏതെങ്കിലും ഒരു ഒടയോറെ കിട്ടണം, ദഅവത്തിനൊരു സൗകര്യം കിട്ടണം. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ പല ഗോത്രത്തലവന്മാരെയും സമീപിച്ചു. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ അബൂബക്കർ സിദ്ദീഖും കൂടി കൂടിയാലോചിച്ചു. ഹജ്ജിന്റെ സമയത്ത് എല്ലാവരും മിനയിൽ ഒരുമിച്ച് കൂടുമല്ലോ. ഹജ്ജിന്റെ സമയത്ത് ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊള്ളണം. പുതുതായിട്ടിന്റെ വാക്കുകൾ കേൾക്കുന്നവരുണ്ടെങ്കിൽ, ആരായിരുന്നു ഖുറൈശികൾ? തീർച്ചയായിട്ടും ഇന്നത്തെ ഷിയാക്കൾക്ക് തുല്യരായ പാരമ്പര്യക്കാരായിരുന്നു ഖുറൈശികൾ. അവർ കൃത്യമായി ഹജ്ജ് ചെയ്യുന്നവരാണ്, അവർ കൃത്യമായി നിസ്കരിക്കുന്നവരാണ്. അബൂജഹൽ ഉത്തുബത്ത് കൃത്യമായി നോമ്പ് നോക്കുന്നവരാണ്. അബൂജഹൽ ഉത്തുബത്ത് ഷൈബത്ത് കൃത്യമായി ദുആ ചെയ്യുന്നവരാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടാ ബദറിലേക്ക് പോയത്. അബൂജഹലിന്റെ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് ദുആ ചെയ്തത് അല്ലാഹുമ്മ യാ റബ്ബൽ ഹാദൽ ബൈത്ത്. വൈകുട്ടി ഇതിൽ പറഞ്ഞില്ലേ, ഉറയോനെ ഹാദൽ ബൈത്തുടെ നായനെ. അതെ, കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് അബൂജഹൽ ദുആ ചെയ്തു, അല്ലാഹ്
ഞങ്ങൾ രണ്ട് പാർട്ടിക്കാർ തമ്മിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ്. ഒരു പാർട്ടി ഹക്കിലാണ്, മറ്റേ പാർട്ടി ബാത്തിലാണ്. ഹക്കേത് ബാത്തിൽ എന്ന് തിരിച്ചറിയുന്നവൻ നീയാണ് അല്ലാഹുവേ. ഹക്കിനെ വിജയിപ്പിക്കുകയും ബാത്തിലിനെ നീ പരാജയപ്പെടുത്തുകയും ചെയ്യണമേ. അബൂജഹലിന്റെ ദുആ അല്ലാഹ് കബൂലാക്കി. ബാത്തിൽ ബദറിൽ തകർന്നു, ഹക്ക് ബദറിൽ ജയിച്ചു. ഇവിടെ അബൂജഹൽ ആരോടാണ് ദുആ ചെയ്തത്? അതേ സന്ദർഭത്തിൽ അഷ്റഫുൽ ഖൽക്ക് 313 സഹാബാക്കളെയും കൂട്ടി ബദറിന്റെ ഒരു കല്ലും പുറത്ത് കയറി എന്നിട്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ ഞങ്ങൾ രണ്ട് പാർട്ടിക്കാരെ ഏറ്റുമുട്ടുകയാണ്. ഞങ്ങൾ ചെറിയൊരു കൊച്ചു സംഘം. ഈ സംഘം ഇവിടെ പരാജയപ്പെട്ടാൽ നീ മാത്രം എന്ന് പറയാൻ ഇനി ആരും ഉണ്ടാവില്ല ഭൂമിയിൽ. നിന്നെ അംഗീകരിക്കുന്നവരുണ്ടാവും, നിനക്ക് ഭാഗത്ത് അമലുകൾ ചെയ്യുന്നവരുണ്ടാവും, പക്ഷെ നിനക്ക് മാത്രമായിട്ട് ചെയ്യാൻ ഈ കൊച്ചു സംഘം പോയാൽ ആരും ഉണ്ടാവില്ല. അല്ലാഹുവേ നീ സഹായിക്കണേ അല്ലാഹുവേ. അഷ്റഫുൽ ഖൽക്ക് ദുആ ചെയ്ത ആരോടാണ്? അല്ലാഹുവിനോട്. അബൂജഹൽ അപ്പുറത്ത് ദുആ ചെയ്ത ആരോടാണ്? അല്ലാഹുവിനോട്. പിന്നെന്തിനാ ബദറുണ്ടായിരുന്നത്? ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നില്ലേ? ഇന്നത്തെ ചില മുജാഹിദ് കൂട്ടുകാർ പറയുമ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നില്ലേ? അല്ലാഹുവിന്റെ റസൂലിന് അബൂജഹലും അംഗീകരിക്കുന്ന അള്ളാനെ, റസൂലുള്ളാഹി തങ്ങളും അംഗീകരിക്കുന്ന അള്ളാനെ. അബൂജഹൽ ദുആ ചെയ്ത അള്ളാനോട്, അഷ്റഫുൽ ഖൽക്ക് ദുആ ചെയ്തു അള്ളാനോട്. അബൂജഹൽ യുദ്ധം ചെയ്യാൻ വന്നത് അള്ളാഹ്ക്ക് വേണ്ടി, അഷ്റഫുൽ ഖൽക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടി അള്ളാഹ്ക്ക് വേണ്ടി. എന്താ വ്യത്യാസം? എവിടെയാണ് വ്യത്യാസം? അബൂജഹൽ ദുആ ചെയ്തു അള്ളാഹുവിനോട്, ഒപ്പം ഔലിയാക്കളെ ബർക്കത്ത് കൊണ്ട് എന്ന്. അഷ്റഫുൽ ഖൽക്ക് ദുആ ചെയ്തു അള്ളാഹിനോട്, ഒപ്പം ആരുമില്ല അള്ളാഹു മാത്രം. ഈ മാത്രം എന്ന പ്രയോഗം തമ്മിലാണ് യുദ്ധം. ബദർ യുദ്ധം മാത്രം എന്ന പ്രയോഗത്തിലാണ്. അബൂജഹലും പാർട്ടിന്റെ വിശ്വാസം അള്ളാഹുവാണ് എല്ലാം നടത്തേണ്ടത്, ഈ യുദ്ധത്തിൽ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കേണ്ടത്. പക്ഷെ മഹാന്മാരായ ഔലിയാക്കൾ ഒന്നിച്ചുണ്ടാവണം. ഇന്നത്തെ ഷിയാക്കൾ അതിന് തുല്യമാണ്, അവരെ പാരമ്പര്യക്കാരാണ്. ഇന്നത്തെ ഷിയാക്കളുടെ നേതാവ് അബൂ താലിബാണ്, ഇന്നത്തെ ഷിയാക്കളെ ഷേഖ് അബൂ താലിബാണ്. അതുകൊണ്ടാണ് അലിയിലൂടെ അവർ ആദരവുണ്ടാക്കുന്നത്. അലിയുടെ ബാപ്പ അബൂ താലിബിനെയാണ് അവർ അംഗീകരിക്കുന്നത്. അലി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അബൂ താലിബാണ്. അഷ്റഫുൽ ഖൽക്കിലേക്ക് അവർ തിരിയുന്നില്ല. ഷിയാക്കൾക്ക് അഷ്റഫുൽ ഖൽക്കിനെ മാറ്റി നിർത്തി. അത് വെറും പ്രയോഗം മാത്രമാണ്, സാധാരണക്കാരനെ പറ്റിക്കാൻ ഒരു ഉപകരണം മാത്രമാണ് ഷിയാക്കൾക്ക്. മുഹമ്മദുർ റസൂലുള്ളാഹ് അവർ പൂർണ്ണമായി അംഗീകരിക്കുന്നത് അലി വലിയുള്ളാനെയാണ്. അലി വലിയുള്ളാക്ക് അപ്പുറത്തേക്ക് അവർ അംഗീകരിക്കുന്ന അബൂ താലിബിനെയാണ്. അന്ന് സുന്നി സെന്ററിലെ നേതാവ് അബൂ താലിബാണ്. ദാറുൽ നദ്വയിലെ സുന്നി സെന്ററിലെ നേതാവ് അബൂ താലിബാണ്. അബൂ താലിബിന്റെ പ്രസംഗമാണ് അവർ കേൾക്കുന്നത്. അബൂ താലിബിലൂടെയാണ് ഇന്ന് വരുന്ന ഷീഈ സമൂഹത്തിനുള്ള ബന്ധം. അത് കാരന്തൂരി ഷീയത്തായാലും ശരി, ചേളാരിയൻ ഷീയത്തായാലും ശരി, സംസ്ഥാന ഷീയത്തായാലും ശരി, ദക്ഷിണ കേരള ഷീയത്തായിരുന്നാലും ശരി, അതിന്റെ അപ്പുറത്ത് ഭാഗികമായ ഷീയത്തിന്റെ മാറാപ്പ് പേറുന്ന മറ്റു സംഘടനകളായാലും ശരി, ഇവർക്കൊക്കെ ബന്ധം ഇങ്ങനെ പോയി. അലിവിന്റെ അപ്പുറത്തേക്ക് അബൂ താലിബിൽ നിന്ന് നേരെ ഇബ്രാഹിം നബിയിലേക്ക് പോകും. മുഹമ്മദ് റസൂൽ അവർ ടച്ച് ചെയ്യില്ല. വെറും സാധാരണക്കാരനെ പറ്റിക്കാൻ വേണ്ടി മാത്രമാണ് അവർ മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞത്. അതുകൊണ്ടാണ് റബീഉൽ അവ്വൽ ആഘോഷത്തിന്റെ ദിവസമായത്. റബീഉൽ അവ്വൽ ഒന്നിന്റെയും ദിവസമല്ല, ആഘോഷത്തിന്റെ ദിവസവുമല്ല, ആഘാതത്തിന്റെ ദിവസവുമല്ല, റബീഉൽ അവ്വൽ ഒന്നിന്റെയുമല്ല. എന്തുകൊണ്ട്? അങ്ങനെ ഒരു മാസം അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തി തന്നിട്ടേ ഇല്ല. അതുകൊണ്ട് അങ്ങനെ പരിചയപ്പെടുത്തി തന്നിട്ടേ ഇല്ല റബീഉൽ അവ്വൽ മാസം എന്നൊരു മാസത്തെ. അങ്ങനെ ഒരു പരിപാടിയെ ദീനുൽ ഇസ്ലാമിന് പരിചയമില്ല. അഷ്റഫുൽ ഖൽക്ക് ജനിച്ചിട്ട് 13 കൊല്ലം ജനിച്ചിട്ട് നുബുവത്ത് കിട്ടിയിട്ട് 13 കൊല്ലം ജീവിച്ചു. ആ 13 കൊല്ലത്തിൽ 12 റബീഉൽ അവ്വലുകൾ കഴിഞ്ഞുപോയി. ഭാര്യ ആയിഷാനോട് പോലും ഇതെന്നെ പ്രസവിച്ച മാസമാണെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതായിട്ട് തെളിവില്ല. അഷ്റഫുൽ ഖൽക്ക് ഒന്ന് മിണ്ടിട്ടുണ്ടെങ്കിൽ സഹിഹായ റിപ്പോർട്ട് നമുക്ക് കിട്ടും. അത് ആയിഷാനോട് എന്നെ പ്രസവിച്ച മാസമാണ് ഇതൊരു വാക്ക് വെറുതെ തമാശക്കും കൂടി വീട്ടിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞ ചരിത്രമില്ല. അതേ ദിവസം തിങ്കളാഴ്ചയെ പറ്റി അഷ്റഫുൽ ഖൽക്ക് പറഞ്ഞു, ഈ തിങ്കളാഴ്ചയാണ് എന്നെ പ്രസവിച്ചത്, അതുകൊണ്ട് ഞാൻ നോമ്പ് വെക്കുന്നത് എന്ന്. ഇസ്ലാം മുസ്ലിം എന്തൊരു ഗംഭീരമാണ് കൂട്ടുകാർ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇസ്ലാം മുസ്ലിം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ രീതിയിൽ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് ദീനുൽ ഇസ്ലാമിനെ. ആ ദീനുൽ ഇസ്ലാമിനെയാണ് എല്ലാം കൊണ്ടും നമ്മൾ ഒന്നുമല്ലാതാക്കി തീർത്തത്. പറ്റുകയില്ല. അള്ളാഹുവിന് നിദ്ദുകൾ ഉണ്ടാക്കുന്ന പ്രശ്നമേ ഇല്ല. അതേപോലെ തന്നെ നിദ്ദൻ വല ശരീക്കൻ പാർട്ട്ണർ, അതേപോലെ തന്നെ അള്ളയും അള്ളാഹിന്റെ നബിയും ഇല്ല. അതൊരു പരിപാടിയില്ല. ജൂതന്മാർ വന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഓ മുഹമ്മദ് നിങ്ങൾ കൊള്ളാം, നിങ്ങളെ പ്രസംഗമെല്ലാം കൊള്ളാം, നിങ്ങളുടെ ഈ ദഅവത്തും കൊള്ളാം. മദീനത്തുനിന്നേ കുറെ ജൂത ഉസ്താദുമാർ വന്നിട്ട് ചോദിച്ചതാണ്. പക്ഷെ നിങ്ങളെ സമൂഹം ശിർക്ക് ചെയ്യുന്നവരാണ്, അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ആരോടാ പറയുന്നത്? റസൂലുള്ളാഹി തങ്ങളോട്. ഇവിടുത്തെ ഷിയാക്കള് സെൽഫികളോട് പറയുന്ന പോലെ നിങ്ങളെ സമൂഹം ശരിയില്ല, സമൂഹം ശിർക്ക് ചെയ്യുന്നവരാണ്. അവർ റസൂലുള്ളാഹി തങ്ങൾ ഹാവൂ എന്ന് പറഞ്ഞിട്ട് ദേഷ്യം പിടിക്കുകയല്ല ചെയ്തത്. എന്താ കാര്യം? എന്ത് ശിർക്കാ അവർ ചെയ്യുന്നത്? ഞങ്ങൾ കേട്ടിട്ടുണ്ട് നിങ്ങളെ സമുദായം
വല്ലാഹി വൽ കഅബ, അള്ളാഹിനെ തന്നെയാണ് സത്യം, കഅബത്തെ തന്നെയാണ് സത്യം എന്ന് പ്രസംഗിക്കുന്നത്, പിന്നെ സത്യം ചെയ്ത് കേട്ടിട്ടുണ്ട്. ശരിയാണോ? അപ്പൊ തന്നെ സഹാബാക്കൾ വിളിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടെന്ന് പറഞ്ഞത് ശരിയാണോ? അതേ നബി, ഞങ്ങൾ ചിലരങ്ങനെ പറയാൻ മേലത് പറഞ്ഞു പോകരുത്. കഅബാലയം എന്നത് അള്ളാഹിന്റെ മഖ്ലൂക്കാണ്, മഖ്ലൂക്കിനെ പിടിച്ച് സത്യം ചെയ്യാൻ പാടില്ല. റബ്ബിൽ കഅബ എന്ന് വേണമെങ്കിൽ പറഞ്ഞോ എന്ന് പറഞ്ഞു. അങ്ങനെ കഅബത്തിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം. എങ്ങനെയുണ്ട് ജൂതന്മാരും റസൂലുള്ളാഹികളും ദൈവത്തിന്റെ വിഷയത്തിൽ? അത്ര അതിന്റെ മൈന്യൂട്ട് ലെവലിലല്ലേ അഷ്റഫുൽ ഖൽഖ് തൗഹീദ് പഠിപ്പിച്ചത് സഹാബാക്കൾക്ക്. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അസീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരങ്ങളെ, സഹോദരിമാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല ഗോത്രക്കാരുടെയും വാതിൽക്ക് ചെന്ന് മുട്ടി. ആദ്യം സലാം പറയും. ഒന്ന് അബൂബക്കർ സിദ്ദീഖുണ്ട്, അലി ഇബ്നു താലിബും ഉണ്ട്. ആരും മൈൻഡ് ചെയ്യുന്നില്ല. ചിലർ റസൂലുള്ളാഹി തങ്ങളോട് സംസാരിക്കാനേ തയ്യാറില്ല. എന്നാൽ ചില ഗോത്രങ്ങൾ സംസാരിച്ചു. ആ കൂട്ടത്തിൽ പ്രമുഖമായ ഒരു ഗോത്രമായിരുന്നു ബനു ഷൈബാൻ ഇബ്നു സഅലബ ഗോത്രം. റസൂലുള്ളാഹി തങ്ങളോടൊപ്പം അബൂബക്കർ സിദ്ദീഖിന് ഈ ഗോത്രങ്ങളെ പറ്റി നല്ല ഇൽമ. പോയിട്ട് വാതിന് മുട്ടി. ഞായിന്നേ അജിമാരാണ് എല്ലാവരും. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ഉറക്കെ ചെല്ലുന്നുണ്ട്. തന്നെയാണ് ആ തൽബിയത്തിൻ്റെ നമ്മളെ തൽബിയത്തും. ഇവിടുത്തെ ഷിയാക്കളുടെ തൽബിയത്തിൽ നിങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് തൽബിയത്ത് ഒഴിവാക്കാൻ പറ്റുമോ? ഷിയാക്കളെ ജിന് പോകുമ്പോൾ തൽബിയത്തന്നെ അല്ലേ? അബൂജഹൽ തൽബിയത്തന്നെ അല്ലല്ലേ? അവിടെ നമ്മൾ ആ ഷിയാക്കൾ ചെല്ലുന്ന തൽബിയത്ത് നമ്മളെ ഇല്ലെന്ന് വാശിയൊന്നും പിടിക്കണ്ട. ആ ഷിയാക്കളതിൻ്റെ ഉള്ളൊന്നും തൽബിയത്തില്ലെന്നുണ്ടായിരുന്നു. റസൂലുള്ളാഹി തങ്ങളും തൽബിയത്തിൽ കൊണ്ട് തന്നെയാണ് മിനായിലുള്ളത്. മുട്ടി വാതിൽ തുറന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യം കയറി. മന്നന്തു, നിങ്ങൾ ആരാ? ഞങ്ങൾ ബനു ഷൈബാൻ ഇബ്നു സഅലബ ഗോത്രക്കാരാണ്, ഹജ്ജിന് വന്നതാണ്. എനിക്കൊന്ന് രണ്ട് കാര്യം സംസാരിക്കാനുണ്ട്, അനുവാദമാണോ? ദൈവത്തിൻ്റെ രീതിയെ ഇങ്ങനെ ദൈവത്തി ചെയ്യുന്ന രീതിയാണത്. സ്റ്റേജ് കെട്ടിയിട്ട് മൈക്കും കെട്ടിയിട്ട് അലർന്നല്ല കാര്യം. വ്യക്തികളെ കാണുക പോയിട്ട് ഓരോ വീട്ടിലും കയറി ചെല്ലുക, അല്ലാഹനെ പറയാം. ഇപ്പം പിന്നെ ഇവിടെ നമ്മളെ കൊല്ലമ്പാടിക്കാർ, ഇവിടെ ദായികൾ എല്ലാ ദിവസവും മുലാഖാത്ത് ഓരോ വീട്ടിലും പോവുക. എന്നിട്ട് അഷ്റഫുൽ ഖൽഖ് അന്ന് പിന്നെ ഹുദൈബിയയിൽ വെച്ച് ചെയ്ത പോലെ ചെയ്യുക, പരിചയപ്പെടുക, ആദ്യം വിഷയങ്ങളെ അന്വേഷിക്കുക, എന്നിട്ട് വിഷയത്തിലേക്ക് കടക്കുക. ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞു. എന്താ കാര്യം? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, നമ്മളത് ഷഹാദത്ത് പറഞ്ഞവരാണ്, നമ്മളെല്ലാം ഉറച്ചു വെക്കണം. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ചിലപ്പോൾ അനുകൂലമായിരിക്കും, ചിലപ്പോൾ പ്രതികൂലമായിരിക്കും, ചിലപ്പോൾ കട്ടൻ ചായ തന്നെന്ന് വരും, ചിലപ്പോൾ ആട്ടി ഓടിച്ചെന്ന് വരും, വിഷയമല്ല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയറി ചെന്നിട്ട് ചോദിച്ചത് എങ്ങനെയാണ്? എനിക്ക് രണ്ട് കാര്യം പറയാനുള്ളത്, നിങ്ങൾ സമ്മതിക്കോ? ഓ സാർ പറയാലോ. മഫ്റൂഖ് ബിൻ അംർ എന്ന് പറഞ്ഞതാണ് ഷൈബാൻ ഗോത്രത്തിൻ്റെ തലവൻ. മഫ്റൂഖ് പറഞ്ഞു, ആ പറ, എന്താ പറയാനുള്ളത് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ഊക്കും ഇലാ ഷഹാദത്തി അല്ലാ ഇലാഹ അല്ലാഹു അക്ബർ. എന്തൊരു രസമാണ് ദഅവത്ത്, എന്ത് രസമാണ് അഷ്റഫുൽ ഖൽഖിൻ്റെ ദഅവത്തി രംഗം. നമ്മൾ എന്ത് മുഹമ്മദ് റസൂലും കൊണ്ടാണ് നടക്കുന്നത്? നമ്മൾ എന്ത് തൗഹീദും എന്ത് റിസാലത്തായി പ്രസംഗിക്കുന്നത്? അദ്ഊക്കും ഇലാ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹിനെ മാത്രമേ അംഗീകരിക്കുകയുള്ളൂ, മറ്റൊന്നിനെ അംഗീകരിക്കൂല എന്ന് നിങ്ങൾ അള്ളാഹ്ക്കൊരു ഉറപ്പ് കൊടുക്കണം. അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ആ അള്ളാഹിനെ അംഗീകരിക്കുന്നതിന് അവലംബമായിട്ട് ഒരാളെ മാത്രം, ഞാൻ ആ അള്ളാഹു നിയോഗിച്ച റസൂലാണ്, എന്നെ റസൂലായിട്ട് നിങ്ങൾ അംഗീകരിക്കണം. ഓ ആകെ മൊത്തം പ്രശ്നം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രയും പറഞ്ഞപ്പോൾ മഫ്റൂഖ് അടുത്ത് വിളിച്ചിരുത്തി അഷ്റഫുൽ ഖൽഖിൻ്റെ സ്വഭാവം, പെരുമാറ്റ രീതി, സൗന്ദര്യം, ഇതിലൊക്കെ ആകൃഷ്ടനായി. അങ്ങനെ ചോദിച്ചിട്ട്, നിങ്ങൾ ആരാണ്? ഞാൻ ഖുറൈശി തറവാട്ടിലാണ്, അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ അബ്ദുല്ലാൻ്റെ മോനാണ് ഞാൻ, എന്നെ അള്ളാഹു റസൂലാക്കി നിയോഗിച്ചിരിക്കുന്നത്. എനിക്ക് പറയാനുള്ള വിഷയം ഇതാ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ കരാറ് നിങ്ങൾ ചെയ്യണം. നിങ്ങൾ നിസ്കരിക്കുന്നവരാണ്, നിങ്ങൾ ഹജ്ജിന് വന്നിരിക്കുകയാണ്, നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി ഹജ്ജിന് വന്നിരിക്കുകയാണ്. പക്ഷെ അള്ളാഹിൻ്റെ ഒന്നിച്ച ഔലിയാക്കൾ അത് ശരിയാവില്ല, അതില്ല എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കണം. അതേപോലെ തന്നെ അഷ്ഹദു അന്നി റസൂൽ, ഞാൻ അള്ളാഹിൻ്റെ റസൂലാണ്, നിങ്ങൾ അംഗീകരിക്കണം. ഇത് കേട്ടപ്പം ദേഷ്യം പിടിച്ചില്ല. അതിന് നേരെ തൊട്ട് മുമ്പുള്ളൊരു ഗോത്രക്കാരടുത്ത് പോയപ്പോൾ അവർക്ക് ഇച്ചിരി പ്രശ്നങ്ങളുണ്ടായി. ദേഷ്യമൊന്നും പിടിച്ചില്ല. വേറെ എന്തെങ്കിലുമൊക്കെ പറയാനുള്ളതെന്ന് ചോദിച്ചു മഫ്റൂഖ്. റസൂലുള്ളാഹി തങ്ങളോട് വേറെ എന്തെങ്കിലുമൊക്കെ പറയാനുള്ളതെന്ന് ചോദിച്ചു.
അഷ്റഫുൽ ഖൽക്ക് നല്ല രസമായിട്ട് സൂറത്തുൽ അൻആമിൽ ഒരു ആയത്ത് ഓതി കൊടുത്തു. ഖുൽ അത്ലു മാ ഹറമല്ലാഹു അലൈക്കും ഖുൽ അത്ലു മാ ഹറമല്ലാഹു അലൈക്കും. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓതിത്തരുന്ന ചില ആയത്തുകൾ നിങ്ങൾക്ക് ഞാൻ ഓതിത്തരാം. അല്ലാഹു തആല ഹറാമാക്കിയ നിഷേധിച്ച വിഷയം, അല്ലാഹ് തള്ളാൻ വേണ്ടി പറഞ്ഞ വിഷയം, അല്ലാ തുശ്രികൂ ബിഹി ശൈആ. അള്ളാഹുവിനോടൊപ്പം നിങ്ങൾ വേറെ ഔലിയാക്കളെ, അമ്പിയാക്കളെ, മലക്കുകളെ, ജിന്നുകളെ ഒന്നും അടുപ്പിക്കാൻ പാടില്ല. അല്ലാഹു തആല സൂറത്തുൽ അൻആമിൽ പറഞ്ഞ ആയത്താണ് അല്ലാ തുശ്രികൂ ബിഹി ശൈആ വബിൽ വാലിദൈനി ഇഹ്സാനാ. നിങ്ങൾ മാതാപിതാക്കൾക്ക് നല്ല ഗുണം ചെയ്യണം. മാതാപിതാക്കൾ തള്ളരുത്, മാതാപിതാക്കൾ അവഗണിക്കരുത്, അവർക്ക് ഖൈർ ചെയ്തു കൊടുക്കണം. വലാ തഖ്തുലൂ ഔലാദക്കും മിൻ ഇംലാഖ്. ദാരിദ്ര്യത്തിന്റെ പേരിൽ നിങ്ങളെ മക്കളെ കൊല്ലരുത്. നഹ്നു നർസുഖുഹും വഇയ്യാകും. അവർക്കും നിങ്ങൾക്കൊക്കെ ഭക്ഷണം തരുന്നത് അള്ളാഹുവാണ്. ആ അള്ളാഹുവാണ് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത്. അവിടെ നിങ്ങളെ മക്കളെ കൊല്ലരുത്. അള്ളാഹു താല പറഞ്ഞ ആ സൂറത്ത് ആ ഇന്നാമിൽ ആയത്ത് ഇങ്ങനെ ഈണത്തിൽ വായിച്ച്, അവർ അറബികളാണ്, ഒരു കാര്യം. വലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹു അലൈക്കും. അള്ളാഹ് നിങ്ങൾക്ക് ഹറാമാക്കിയ ആൾക്കാരെ നിങ്ങൾ കൊല്ല. വലാ തഖറബുൽ ഫവാഹിഷ മാ ദഹറ മിൻഹാ വമാ ബതൻ. രഹസ്യമായും പരസ്യമായും മ്ലേച്ഛമായ തോന്നിവാസപരമായ സിനാപരമായ കാര്യങ്ങൾ നിങ്ങൾ എടുക്കരുത്. വലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അള്ളാഹു കൃത്യമായ ഹക്കിലല്ലാതെ, അവകാശം എന്ന നിലക്കല്ലാതെ നിങ്ങൾ ആരെയും കൊല്ലരുത്. ദാലിക്കും വസ്സാക്കും ബിഹി ലഅല്ലക്കും തഅഖിലൂൻ. നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് അള്ളാഹ് തരുന്ന ചില വസിയത്തുകളാണ് ഇത്. ഈ ആയത്തങ്ങ് ഊതി കൊടുത്തു. അവർക്കങ്ങ് ഭയങ്കര താല്പര്യമായി. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇൻഷാ അല്ലാഹ് വരുന്ന ആളുകൾ അള്ളാഹു തൗഫീഖ് നമുക്ക് വിശദീകരിക്കാൻ സമയമുള്ളൊരു വിഷയമാണ്. അള്ളാഹു സമയത്തിലും ഇൽമിലും അമലിലും ബർക്കത്ത് ചെയ്ത് തരട്ടെ. ചുരുക്കി പറഞ്ഞാൽ നാം ആദ്യമായും അവസാനമായും എൻ്റെ നഫ്സോടും നിങ്ങളോടും ലോകത്തോടും പറയുന്നു, യുദ്ധകാലാടിസ്ഥാനത്തിൽ ഷഹാദത്തിലേക്ക് നാം തിരിച്ചു വരണം. അള്ളാഹു മാത്രം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ അള്ളാഹിനെ പിൻപറ്റാൻ മുഹമ്മദ് നബി, ആ അള്ളാഹിനെ അനുസരിക്കാൻ മുഹമ്മദ് നബി മാത്രം. മുഹമ്മദുർ റസൂലുള്ളാഹ്. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ ഇരുത്തത്തിൽ നമ്മൾ ആ ഷഹാദത്തിൻ്റെ പോരായ്മകളെ നികത്തി അള്ളാഹിനോട് തൗബ ചെയ്ത് ഇന്ന് ജുമാ പിരിയുന്നതിന് മുമ്പ് ഇനി ഞാൻ ഷഹാദത്തനുസരിച്ച് ജീവിക്കാൻ തയ്യാറാണെന്നുള്ള ഉറപ്പിൽ വേണം ഇറങ്ങിപ്പോകാൻ. അലാ വസല്ലു വസല്ലിമു അലൻ നബിയിൽ മുസ്തഫ വറസൂലിൽ മുർത്തദ ഇന്നല്ലാഹ വമലായികത്തുഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحابه واتباعه ومن تبعهم بإحسان إلى يوم الدين. اللهم ارض عن خلفائه الراشدين المهديين أبي بكر وعمر وعثمان وعلي رضي الله عنهم وعن سائر الصحابة والقرابة كلهم أجمعين وارض عنا معهم برحمتك يا أرحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم ذل الشرك والمشركين. اللهم ذل الكفر والكافرين. اللهم ذل الإلحاد والملحدين. اللهم شتت شملهم وفرق جمعهم وكل عددهم وخالف بين كلماتهم وزلزل أقدامهم يا رب العالمين. اللهم مزق المملكة المشركين الكافرين الحربيين اليهود والنصارى. اللهم شتت شملهم برحمتك يا أرحم الراحمين. اللهم اغفر اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على خير خلقه محمد وآله وصحبه أجمعين والحمد لله رب العالمين.